Good morning, all. Good morning, ma'am. Good morning, ma'am. കഴിഞ്ഞ ദിവസം മിസ് എടുത്ത് നോക്കിയോ എല്ലാവരും? നോക്കിയോ? എന്താരൊന്നും പറയാത്തെ? ക്ലിയർ ആണോ? ഇല്ല. മിസ് കഴിഞ്ഞ ദിവസം റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് വരെയല്ലേ എടുത്തത്? നെക്സ്റ്റ് എടുക്കാം കേട്ടോ. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് നോക്കിയേ. Master patient index has gathered popularity across many hospital and large organizations of medical practices. Medical practices le ഒരുപാട് organization, large organizations ഒരുപാട് organizationle ഒരുപാട് ഹോസ്പിറ്റലിലേക്ക് എന്താണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിനെ ഒരുപാട് ജനപ്രീതി നേടിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ, അതായത് ഒരുപാട് ഹോസ്പിറ്റലുകൾ, ഒരുപാട് ഓർഗനൈസേഷനിലൊക്കെ ഇത് ഈ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ഉപയോഗിക്കുന്നുണ്ട്. അതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുന്നത്? വിത്ത് ദിസ് ടെക്നോളജി, ഈ ടെക്നോളജി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നു? വൺസ് റിക്വയേഴ്സ് ടു ഫീഡ് ദ പേഷ്യൻസ് ഇൻഫർമേഷൻ. വൺസ് ഒരു പേഷ്യൻസിന്റെ വിവരങ്ങൾ ഒരു തവണയെങ്കിലും ഈ ടെക്നോളജിയിലേക്ക് നമ്മ എന്താണ് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഒരു പേഷ്യൻസിന്റെ വിവരങ്ങൾ ഒരു തവണയെങ്കിലും മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിലേക്ക് നൽകിയിട്ടുണ്ടായിരിക്കണം. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഗെറ്റ്സ് കണക്റ്റഡ് ടു ന്യൂമറസ് ഡാറ്റാബേസ്. എന്നിട്ട് ഇത് എന്ത് ചെയ്യുന്നു? ഇത് ന്യൂമറസ് ഒരുപാട് ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പൊ എന്താ ചെയ്യുന്നത്? എന്താ പറ്റുന്നേ? ന്യൂമറസ് ഡാറ്റാബേസ്, ഒരുപാട് ഡാറ്റാബേസിലേക്ക് ഈ ഇൻഫർമേഷൻസ് കണക്ട് ചെയ്ത് കഴിഞ്ഞാല് പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നമുക്ക് ലഭിക്കുമോ? ന്യൂമറസ് ഡാറ്റാബേസ്. ലാബ് ടെസ്റ്റുകൾ അല്ലെ, സ്കാനിങ് ടെസ്റ്റുകള്, മരുന്നിന്റെ മെഡിക്കേഷൻസ് അല്ലെ, ഡോക്ടറുടെ എന്താണ് കണ്ടുപിടുത്തങ്ങൾ അല്ലെ, എന്തൊക്കെ കാര്യങ്ങള് പേഷ്യൻസിനെ കുറിച്ച് ഡോക്ടർ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള വിവിധ ഡാറ്റാബേസിലേക്ക് ഈ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? പേഷ്യൻസിന്റെ പേരും അടിക്കുമ്പോ തന്നെ അല്ലെ, പേരും ഡീറ്റെയിൽസ് അടിക്കുമ്പോ തന്നെ എന്ത് കിട്ടുന്നു നമുക്ക്? പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ലഭിക്കുന്നു അല്ലെ, കിട്ടോ? അപ്പൊ എന്താണ്? With this technology, one requires to feed the patient's information once. പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ഒരു തവണയെങ്കിലും ഈ ടെക്നോളജിയിലേക്ക് നമ്മ എൻറ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം, രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം. ആഫ്റ്റർ ദാറ്റ് ഇറ്റ് ഗെറ്റ് കണക്ട്സ് ടു ന്യൂമറസ് ഡാറ്റാബേസ്. എന്നിട്ട് അതിനുശേഷം ഇത് എന്ത് ചെയ്യുന്നു? പല ഡാറ്റാബേസിലേക്ക് കണക്ട് ചെയ്യുന്നു. ആൻഡ് therefore this data can be useful in future for other lab tests and clinical department. അതുകൊണ്ട് ഇത് ഫ്യൂച്ചറിലേക്ക് ലാബ് ടെസ്റ്റുകൾക്കോ അതല്ലെങ്കിൽ മറ്റുള്ള ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റ്സിലേക്കോ ഇത് ഉപകാരപ്പെടുന്നു, ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്നു. നമ്മ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാല് ഒരുപാട് തവണ നമ്മുടെ ഇൻഫർമേഷൻസ് നമ്മ ആദ്യത്തെ തവണ ചെല്ലും. അപ്പൊ നമ്മുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു, പേര്, ഏജ്, സെക്സ്, അഡ്രസ് അല്ലെ, നമ്മുടെ ഡെമോഗ്രഫിക് ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു കൊടുത്തു. പിന്നെ അപ്പൊ നമുക്കൊരു ID തരും അല്ലെ, ഒരു കാർഡ് തരാറുണ്ടോ? പേഷ്യൻസ് ID കാർഡ് ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നെ നമ്മ എല്ലാ തവണ ചെല്ലുമ്പോഴും നമ്മുടെ വിവരങ്ങൾ അവിടേക്ക് പറഞ്ഞു കൊടുക്കണോ? വേണ്ട അല്ലെ. എന്താണ്? ജസ്റ്റ് ID നമ്പർ പറഞ്ഞു കൊടുത്താൽ തന്നെ അല്ലെ നമ്മളെ കുറിച്ചുള്ള ഫുൾ ഇൻഫർമേഷൻസ് അവർക്ക് ലഭിക്കില്ലേ?
അപ്പൊ എന്താണ്, നമ്മ ഒരു തവണ ആ പേഷ്യൻസിന്റെ വിവരങ്ങൾ അതിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, പിന്നീട് ആ പേഷ്യൻസിന്റെ ലാബ് ടെസ്റ്റുകൾക്ക് ക്ലിനിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ ആ വിവരങ്ങൾ എന്താവുന്നു, ഉപകാരപ്രദമാകുന്നു. ക്ലിയർ ആയോ? Finding the data manually every time is not needed. പിന്നെ നമ്മ ഈ വിവരങ്ങൾ വീണ്ടും വീണ്ടും അവർക്ക് കൊടുക്കണോ? റിപ്പീറ്റ് ചെയ്ത് ഫൈൻഡിങ് ദ ഡാറ്റ എന്താണ്, ഈ കൊടുത്ത ഡാറ്റാസ് എന്താണ് മാനുവലി നമ്മ എന്താണ് തുടർച്ചയായി അവർക്ക് എന്താണ് കൊടുക്കേണ്ടി വരുന്നില്ല. നോ നീഡഡ് അല്ലെ, അവർക്ക് ആവശ്യമായി വരുന്നില്ല. ദ ഈസ് ഓഫ് access to patients details is the most important benefits of using master patient index. എന്താണ് master patient index ന്റെ benefits എന്ന് പറഞ്ഞാൽ, ഗുണം എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് എവറി ടൈം അല്ലെ, ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ പേഷ്യൻസിന്റെ വിവരങ്ങളിലേക്ക് നമുക്ക് എന്താണ് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് ലഭ്യമാക്കാൻ സാധിക്കുന്നു. ഓൾസോ ഇറ്റ് ഈസ് ടോട്ടലി ഓട്ടോമേറ്റഡ് അല്ലെ, ഇതെന്താണ് ഓട്ടോമാറ്റിക് ആയിട്ടല്ലേ റെക്കോർഡ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് നമ്മുടെ ID നമ്പർ അടിച്ചു കൊടുത്താലേ നമ്മുടെ വിവരങ്ങൾ വരുന്നത് എങ്ങനെയാണ്, ഓട്ടോമാറ്റിക് ആയിട്ട് വരുമോ സിസ്റ്റത്തിലേക്ക്, ഓട്ടോമാറ്റിക് ആയിട്ടല്ലേ വരുന്നേ, ഓട്ടോമാറ്റിക് ആണ് അല്ലെ. ഓൾസോ ഇറ്റ് ഈസ് ടോട്ടലി ഓട്ടോമേറ്റഡ്, ഇതെന്താണ് ടോട്ടലി മുഴുവനായും ഓട്ടോമേറ്റഡ് ആണ്. മിനിമൈസ് ദ പോസിബിലിറ്റി ഓഫ് എറർ. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റുന്നു, ഓട്ടോമാറ്റിക് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് തെറ്റുകൾ കുറയ്ക്കാൻ സാധിക്കില്ലേ. പിന്നെ എന്ത് ചെയ്യണം, നമ്മ എഡിറ്റ് ചെയ്യണം അല്ലെ, എഡിറ്റ് ചെയ്താൽ മാത്രല്ലേ അതിൽ വീണ്ടും തിരുത്തുകളും ഒക്കെ വരുള്ളൂ. എന്താണ് മിനിമൈസ് ദ പോസിബിലിറ്റി ഓഫ് എറേഴ്സ് കുറയ്ക്കുന്നു. ആൻഡ് ഇംപ്രൂവ് ദ സേഫ്റ്റി ഓഫ് ഇൻഫർമേഷൻസ്, എന്താണ് ആ ഡാറ്റയുടെ ഇൻഫർമേഷൻസിന്റെ സേഫ്റ്റി സുരക്ഷിതത്വം നിലനിർത്തുകയും ചെയ്യുന്നു അല്ലെ, ഇംപ്രൂവ് ചെയ്യിക്കാൻ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ. നെക്സ്റ്റ് നിങ്ങൾക്ക് ഒരു ഹെഡിങ് പോലെ പറഞ്ഞേക്കുന്നതാണ്, അത് റാപ്പിംഗ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞിട്ട് അത് ഹെഡിങ് ആക്കണ്ട, ആ ഹെഡിങ് വെട്ടിക്കളഞ്ഞിട്ട് ആ ഇതിൽ കൂടി ചേർത്ത് എഴുതാം. റാപ്പിംഗ് ഇറ്റ് അപ്പ് അതൊരു ഹെഡിങ് അല്ല, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾക്ക് ഒരു കൺക്ലൂഷൻ തരില്ലേ നമുക്ക്, ഫൈനലായിട്ട് ഫിനിഷ് ചെയ്യാം. അതുപോലെ വന്നേക്കുന്നതാണ് ആ പാരഗ്രാഫ് കേട്ടോ. അപ്പൊ ഇമ്പോർട്ടന്റ് ഫീച്ചർ അല്ല, എന്താണ് നെക്സ്റ്റ് ലാസ്റ്റ് വരുന്ന ഒരു പാരഗ്രാഫ് ആണ് കേട്ടോ. റാപ്പിംഗ് ഇറ്റ് അപ്പ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം. ഹെഡിങ് വേണ്ട കേട്ടോ, ഹെഡിങ് വേണ്ട. Health information systems will go on to bring change in healthcare services. എന്താണ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റം അല്ലെ, എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്, ഹെൽത്ത് കെയർ സർവീസുകളിൽ ഒരുപാട് ചേഞ്ചസ് അല്ലെ കൊണ്ടുവന്നിട്ടുണ്ടോ. എറേഴ്സ് കുറച്ചിട്ടുണ്ട് അല്ലെ, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. എന്താണ് പേഷ്യൻസിന്റെ ഡീറ്റെയിൽസ് എന്താണ് എവിടെ ഇരുന്ന് വേണമെങ്കിലും ഡോക്ടേഴ്സിന് ലഭ്യമാക്കാൻ സാധിക്കുന്നു അല്ലെ, സാധിക്കോ. പിന്നെ പേഷ്യൻസിനെ വീട്ടിലിരുന്നത് കൊണ്ട് തന്നെ ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ. അപ്പൊ എന്താണ് ഹെൽത്ത് കെയർ സർവീസുകളില് ഒരുപാട് ചേഞ്ചസ് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. With the assistance of powerful system in hospital and medical procedures, not only will the efficiency of professionals be increased, but also their work will become easier and more organized. എന്നുവെച്ചാൽ എന്താണ്, with the assistance of പവർഫുൾ സിസ്റ്റം, ഈ സിസ്റ്റം ഉപയോഗിച്ച് അതിന്റെ സഹായത്തോടു കൂടി ഹോസ്പിറ്റലുകള് മെഡിക്കൽ പ്രൊസീജിയേഴ്സ്, മെഡിക്കൽ നടപടിക്രമങ്ങളൊക്കെ എന്താണ് അവിടെയുള്ള പ്രൊഫഷണൽസിന്റെ ഡോക്ടേഴ്സിന്റെ എഫിഷ്യൻസി കാര്യക്ഷമത കൂട്ടിയിട്ടുണ്ടോ. അത് മാത്രമാണോ ചെയ്തിരിക്കുന്നത്, ഡോക്ടേഴ്സിന്റെ കാര്യക്ഷമത കൂട്ടുക മാത്രമാണോ ചെയ്തത്. ആണോ?
അല്ല, പിന്നെ എന്തൊക്കെ കൂടി ചെയ്തിട്ടുണ്ട്? ആൻഡ് പ്രൊഫഷണൽസ് ബട്ട് ഓൾസോ their വർക്ക് അല്ലെ? ഡോക്ടേഴ്സിന്റെ ഹെൽത്ത് കെയർസിലെ വർക്ക് എഫിഷ്യൻസി കൂട്ടിയിട്ടുണ്ടോ? എഫിഷ്യൻസി അല്ലെ എന്താണ്? വിൽ ബിക്കം ഈസിയർ, അത് അവർക്ക് ഈസി ആക്കി തീർക്കുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് മോർ ഓർഗനൈസ്ഡ് അല്ലെ? അല്ലെ, നല്ല രീതിയിൽ അല്ലെ, ഒരു ഓർഗനൈസ്ഡ് രീതിയിലാക്കാനും സാധിച്ചിട്ടുണ്ട്. പേഷ്യൻസ് എന്താണ്? പ്രൊഫഷണൽസിന്റെ എഫിഷ്യൻസി കൂട്ടുക മാത്രമല്ല, എന്താണ്? അവരുടെ വർക്ക് ഈസി ആക്കുകയും എന്താണ്? എളുപ്പത്തിലാക്കുകയും ഒരു ഓർഗനൈസ്ഡ് ലെവലിലാക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടുതൽ സംഘടനാപരമായി, അതായത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അല്ലെ പേഷ്യൻസിന്റെ വിവരങ്ങൾ അവർക്ക് കിട്ടുകയും അതിനനുസരിച്ച് അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നു അല്ലെ? ആണോ? ഒരു മിനിറ്റ് ട്ടാ, മിസ് ഒരു ഇത് കാണിച്ചു തരാം. ഈ ഒരു പിക്ചർ ഉണ്ടോ? കണ്ടോ? ഇതിപ്പോ ഇത് ഇങ്ങനെയാണ് ശരിക്കും ഡോക്ടേഴ്സിന്റെ സിസ്റ്റം. നമുക്ക് കാണാൻ സാധിക്കില്ല. ഡോക്ടേഴ്സിന്റെ സിസ്റ്റത്തിലേക്ക് ഒരു പേഷ്യൻസിന്റെ ID കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ലഭിക്കുന്ന ഒരു ആ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ. അപ്പൊ അതിൽ എന്തൊക്കെയുണ്ട്? ട്രീറ്റ്മെന്റ് ഉണ്ട് അല്ലെ? ഫസ്റ്റ് ബോക്സ് ഓക്കെ, ഇതില് ട്രീറ്റ്മെന്റ് ഉണ്ടോ? ലാബിന്റെ അല്ലെ, ലാബ് ടെസ്റ്റുകളുടെ അല്ലെ, റീഹാബ്, ഡയറ്റ്സ്, റേഡിയോളജി ആക്ടിവിറ്റീസ് അല്ലെ, പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ഒരൊറ്റ സ്ക്രീനിൽ അവർക്ക് ലഭിക്കുകയാണ് അല്ലെ? ആണോ? ആ, അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ പേഷ്യൻസ് ഡോക്ടേഴ്സിന് അതിനനുസരിച്ച് ഡിസിഷൻ എടുക്കാൻ സാധിക്കുന്നു അല്ലെ? അപ്പൊ എന്താ? അവരുടെ ജോലി എളുപ്പമാക്കുകയും മോർ ഓർഗനൈസ്ഡ് ആക്കുകയും ചെയ്യുന്നു അല്ലെ? ക്ലിയർ ആയോ ഇത്? ഓക്കെ, ക്ലിയർ ആയോ? ഓക്കെ. ആസ് എ റിസൾട്ട്, ഇതിന്റെ ഫലമായി റിസൾട്ട് ആയിട്ടുള്ളത് ഫോക്കസ് ഓൺ ഗിവിംഗ് ബെറ്റർ കെയർ ടു ദി പേഷ്യൻസ്, പേഷ്യൻസിന് നല്ല ബെറ്റർ ആയിട്ടുള്ള പരിചരണം നൽകുന്നതിനായി സാധിക്കുന്നു. ആൻഡ് ഇംപ്രൂവിംഗ് പേഷ്യൻസ് എൻഗേജ്മെന്റ് ആൻഡ് കണ്ടന്റ്മെന്റ്, കൂടാതെ പേഷ്യൻസിന്റെ ഇടപെടൽ വർദ്ധിപ്പിക്കുകയും പിന്നെന്താണ്? അവരുടെ സംതൃപ്തി സാറ്റിസ്ഫാക്ഷൻ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു അല്ലേ? എറേഴ്സ് ഇല്ല, ഗുഡ് ക്വാളിറ്റിയുള്ള സർവീസ് ആണ് ലഭിക്കുന്നത്. എന്താണ്? ഒരു ടൈം ലാഗും കൂടാതെ അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്നുള്ള ഗുണങ്ങൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പേഷ്യൻസിന് എന്ത് തോന്നുന്നു? സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നു. കണ്ടന്റ്മെന്റ് തന്നെ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ ഇത് എന്തൊക്കെ കാര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്? പേഷ്യൻസിന് നല്ല ക്വാളിറ്റിയുള്ള ബെറ്റർ കെയർ കൊടുക്കാൻ, പരിചരണം കൊടുക്കാൻ സാധിക്കുന്നു. കൂടാതെ എന്താണ്? പേഷ്യൻസിന്റെ ഇടപെടൽ അല്ലെ എളുപ്പമാക്കുന്നു അല്ലെ? ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. കൂടാതെ അവരുടെ സംതൃപ്തി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇൻ ഷോർട്ട്, HIS offers a win. എന്താണ് HI എന്ന് പറഞ്ഞാല്? എന്താണ്? ഒരു വിൻ ആണ് അല്ലെ? വിജയത്തിലാണോ? എല്ലാവരും എന്താണ്? HIS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം കൊണ്ട് സാറ്റിസ്ഫൈഡ് ആണോ? ആ സിസ്റ്റം കൊണ്ടുവന്നത് സക്സസ് ആയിട്ടുണ്ടോ? അപ്പൊ എന്താണ്? ഓഫേഴ്സ് എ വിൻ. എന്താണ്? HIS ഓഫർ ചെയ്യുന്നത് നമുക്ക് ലഭ്യമാക്കുന്ന എന്താണ്? ഒരു വിൻ സിറ്റുവേഷൻ ആണ് അല്ലെ? വിൻ സിറ്റുവേഷൻസ് ഫോർ ബോത്ത് ദ പേഷ്യൻസ് ആൻഡ് ദ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ്. വിൻ സിറ്റുവേഷൻ ആർക്കൊക്കെയാണ് നൽകുന്നത്? പേഷ്യൻസിനും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിനും അല്ലെ? വെൻ ഇറ്റ് കംസ് ടു റിഫൈനിങ് കെയർ ഡെലിവറി സർവീസസ്. എന്താണ് ഇത്? പേഷ്യൻസിന് പരിചരണ സേവനങ്ങൾ പരിഷ്കരിക്കുന്നു അല്ലെ? ഇല്ലേ? പണ്ടത്തെ രീതിയിലാണോ ഇപ്പൊ ഹോസ്പിറ്റലുകളില്? അല്ല. എന്താണ്? പരിചരണ മേഖലകൾ പരിഷ്കരിക്കുക ചെയ്തിട്ടുണ്ട് അല്ലെ? സിസ്റ്റമാറ്റിക് ആക്കി അല്ലെ? കമ്പ്യൂട്ടറൈസ്ഡ് ആക്കി അല്ലെ? ഫെസിലിറ്റീസ് ഇംപ്രൂവ് ചെയ്ത് അല്ലെ? ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ക്ലിയർ ആയോ? അത് റാപ്പിംഗ് ഇറ്റപ്പും മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സും ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ്
types of clinical information system. Clinical information system എത്ര ടൈപ്പ് ഉണ്ട്? ഫസ്റ്റ് വൺ, ഒരു മിനിറ്റ്, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്, EHR. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ എന്താ? എന്താണ്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. എങ്ങനെയാണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് തയ്യാറാക്കുന്നത്? എന്താണ് അതിൽ ഉൾപ്പെടുത്തുന്നത്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡില് എന്ത് കാര്യമാണ് ഉൾപ്പെടുത്തുന്നത്? വീട്ടിലെ വിശേഷണ, രോഗികളുടെ ഡിജിറ്റൽ ഫോർമാറ്റ്. രോഗികൾ എന്ത് വിവരങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തുന്നത്? വീട്ടിലെ വിശേഷമാണ്, എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്, ട്രീറ്റ്മെന്റ് അല്ലെ, ഹെൽത്ത് ഇൻഫർമേഷൻസ് അല്ലെ, ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസ്, ടെസ്റ്റ് റിസൾട്ടുകൾ അല്ലെ. അപ്പൊ അതെന്താണ്? ഹെൽത്ത് ഇൻഫർമേഷൻസ് അല്ലേ? ഡിസീസ്. അപ്പൊ ഇതെല്ലാം എന്താണ്? മെഡിസിന്, ടെസ്റ്റ് റിസൾട്ടുകൾ അല്ലെ. അപ്പൊ ഇതിനെ നമുക്ക് എന്ത് പറയാം? ഹെൽത്ത് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞൂടെ? മൊത്തത്തില് ആരോഗ്യ വിവരങ്ങൾ അല്ലെ. അപ്പൊ എന്താണ്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഈസ് ദ systematized body of patients and population electronically recorded health information in a digital format. എന്താണ്? ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ എന്നത്, EHR എന്നത് ഒരു ഡിജിറ്റൽ ഫോർമാറ്റിൽ എന്താണ്? ഇലക്ട്രോണിക് രീതിയിൽ, ഇലക്ട്രോണിക്കലി ആയി എന്താണ് രേഖപ്പെടുത്തിയിട്ടുള്ള പേഷ്യൻസിന്റെയും പോപ്പുലേഷന്റെയും അല്ലെ, എല്ലാവരെയും കുറിച്ച്, എല്ലാ ജനങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഉണ്ടാവില്ലേ? പോപ്പുലേഷൻസിന്റെയും എന്താണ്? ചിട്ടയായ ആരോഗ്യ വിവരങ്ങളെയാണ്. ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് കുറച്ച് പേഷ്യൻസിന്റെ ഉണ്ടെങ്കിൽ അടുത്ത ഹോസ്പിറ്റലിൽ അടുത്ത പേഷ്യൻസിന്റെ ഉണ്ടാവും അല്ലെ. അപ്പൊ എന്തായി? പോപ്പുലേഷൻസിന്റെ മൊത്തമായില്ലേ? അപ്പൊ എന്താണ്? പോപ്പുലേഷൻസിന്റെയും പേഷ്യൻസിന്റെയും എന്താണ്? ആരോഗ്യ വിവരങ്ങൾ ഇലക്ട്രോണിക്കലി ആയി റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഒരു ഡിജിറ്റൽ ഫോർമാറ്റിനെയാണ് EHR എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? Okay. These records can be shared across different healthcare settings. ഇത് എന്ത് ചെയ്യാൻ പറ്റുന്നു? നമുക്ക് അയച്ചു കൊടുക്കാൻ പറ്റുന്നു അല്ലെ, ഷെയർ ചെയ്യാൻ പറ്റില്ലേ? ഡിഫറെന്റ് കെയർ സെറ്റിംഗ്സിലേക്ക്, പല ഹെൽത്ത് കെയർ സെറ്റിംഗ്സിലേക്കും, ആരോഗ്യ പരിചരണ സെറ്റിംഗ്സിലേക്ക് അല്ലെ, നമുക്കിത് അയച്ചു കൊടുക്കാനായിട്ട്, ഷെയർ ചെയ്യാനായി സാധിക്കുന്നു. എങ്ങനെയായിരിക്കും നമ്മൾ ഇത് അയച്ചു കൊടുക്കുന്നത്? എങ്ങനെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്? മെസ്സേജസ് എങ്ങനെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്? പല രീതിയിൽ നമുക്ക് ഷെയർ ചെയ്യാം അല്ലെ. നെറ്റ് വഴി, മെയിൽ ചെയ്യാം അല്ലെ, വാട്സപ്പ് ചെയ്യാം അല്ലെ, ഫേസ്ബുക്ക് വഴി ചെയ്യാം അല്ലെ, ജിമെയിൽ അല്ലെ. അപ്പൊ എന്താണ്? റെക്കോർഡ്സ് ആർ ഷെയർഡ് ത്രൂ നെറ്റ്വർക്ക് കണക്റ്റഡ്. നെറ്റ്വർക്ക് കണക്ട് ചെയ്ത് നമുക്ക് ചെയ്യാം. എന്റർപ്രൈസ് വൈഡ് ഇൻഫർമേഷൻ സിസ്റ്റം. എന്താണ് എന്റർപ്രൈസ് എന്ന് പറഞ്ഞിട്ട്? വൈഡ് ഇൻഫർമേഷൻ സിസ്റ്റം ഉപയോഗിച്ചോ, അതല്ലെങ്കിൽ അതർ ഇൻഫർമേഷൻ നെറ്റ്വർക്കുകളോ, അല്ലെങ്കിൽ കൈമാറ്റ രീതിയിൽ എക്സ്ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് ചെയ്യാനായി സാധിക്കുന്നു. ഇപ്പൊ നമുക്ക്, ഞാൻ കഴിഞ്ഞ ദിവസം മിസ് എടുത്തപ്പോ പറഞ്ഞില്ലേ, പേഷ്യൻസിന് ആൻജിയോപ്ലാസ്റ്റ് ഒക്കെ ചെയ്ത് എന്ത് ചെയ്യുന്നു? CD തരില്ലേ? അല്ലെങ്കിൽ MRI സ്കാൻ ചെയ്യുമ്പോ അല്ലെ CD തരാറുണ്ടോ? അതൊക്കെ എന്താണ്? ഒരു ഡിവൈസ് അല്ലേ ഇൻഫർമേഷൻസ് കൈമാറാനുള്ള? ആണോ? അപ്പൊ എന്താണ്? നമുക്ക് എന്താണ്? നെറ്റ്വർക്ക് ത്രൂ എന്റർപ്രൈസ്, അതായത് ഇൻഫർമേഷൻ, വൈഡ് ഇൻഫർമേഷൻ സിസ്റ്റം വഴി. വൈഡ് ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ നെറ്റ്വർക്ക് ത്രൂ ഒക്കെ തന്നെ നമുക്ക്
കണക്ട് അയച്ചു കൊടുക്കാൻ സാധിക്കുന്നു. നെക്സ്റ്റ് എന്താണ്? എക്സ്ചേഞ്ച് വഴി. അതിലിപ്പോ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വൈഡ് ഇൻഫർമേഷൻസ്, മറ്റുള്ള ഇൻഫർമേഷൻ സിസ്റ്റംസ് വഴി അയച്ചു കൊടുക്കാം, അല്ലെങ്കിൽ അതർ ഇൻഫർമേഷൻ നെറ്റ്വർക്ക് വഴി അയച്ചു കൊടുക്കാം. ആൻഡ് എക്സ്ചേഞ്ചസ് അല്ലെ, കൈമാറ്റം ചെയ്യാം അല്ലെ. ഇതേപോലെ CD അങ്ങനെയുള്ള കാര്യങ്ങള് കൊടുത്തെങ്ങാണ്ട് നമുക്ക് എന്താണ് വിവരങ്ങള്, ഇപ്പൊ CD, പിന്നെ പെൻഡ്രൈവ് അല്ലെ, പെൻഡ്രൈവ് അങ്ങനെയുള്ള ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് ചെയ്തൂടെ, വിവരങ്ങൾ കൈമാറിക്കൂടെ? ഓക്കെ. നെക്സ്റ്റ്, EHR may consist of range of data. EHR-ല് പല രീതിയിലുള്ള ഡാറ്റാസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, ഉൾപ്പെടുത്തുന്നുണ്ട്. എന്തൊക്കെയാണ്? പേഷ്യൻസിനെ കുറിച്ചുള്ള ഒരുപാട് ഡാറ്റാസ് അതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ദാറ്റ് ഇൻക്ലൂഡ്സ് ഡെമോഗ്രഫിക് അല്ലെ. ഡെമോഗ്രഫിക് എന്താണ്? സോഷ്യൽ ഡാറ്റാസ് അല്ലെ. സോഷ്യൽ ഡാറ്റാസ്. മെഡിക്കൽ ഹിസ്റ്ററി അല്ലെ, മെഡിക്കേഷൻസ്, മരുന്നുകളെ കുറിച്ച്, അവർക്ക് എന്തെങ്കിലും മരുന്നുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും കൊണ്ട് അലർജീസ് ഉണ്ടെങ്കിൽ അലർജീസ് പെടുന്നുണ്ട്, അവരുടെ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാറ്റസ് പെടുന്നുണ്ട്, ലബോറട്ടറി ടെസ്റ്റ് റിസൾട്ടുകൾ പെടുന്നുണ്ട്, റേഡിയോളജി ഇമേജസ് പെടുന്നുണ്ട്, വൈറ്റൽ സയൻസ്. വൈറ്റൽ സയൻസ് എന്താണ്? ഫസ്റ്റും സെക്കൻഡ് മൊഡ്യൂളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് വൈറ്റൽ സയൻസ്. ടെമ്പറേച്ചർ, BP, ഷുഗർ, പൾസ് റേറ്റ് അല്ലെ, വെയിറ്റ്, ഇതൊക്കെയാണ് വൈറ്റൽ സയൻസ്. അപ്പൊ അങ്ങനെയുള്ള വൈറ്റൽസിന്റെ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പേഴ്സണൽ സ്റ്റാറ്റിസ്റ്റിക്സ് സച്ച് ആസ് ഏജ് ആൻഡ് വെയിറ്റ് ആൻഡ് ബില്ലിംഗ് ഇൻഫർമേഷൻസ്. എന്താണ്? പേഴ്സണൽ ആയിട്ടുള്ള അവരുടെ സ്റ്റാറ്റിസ്റ്റിക്സ്, അവർക്ക് എത്ര ഏജ് ഉണ്ട്, അവരുടെ വെയിറ്റ് എത്രയാണ്, പിന്നെ കൂടാതെ എന്താണ് ബില്ലിംഗ് ഇൻഫർമേഷൻസിനെ കുറിച്ചൊക്കെ ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡില് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? ഓക്കെ. Next, for several decades, electronic health records have been evaluated as key to enhancing quality care. എന്താണ്? നിരവധി several decades എന്ന് പറഞ്ഞാൽ നിരവധി പതിറ്റാണ്ടുകളായി, നൂറ്റാണ്ടുകളായി എന്താണ് EHR, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകള് ക്വാളിറ്റി കെയർ അല്ലെ, ഗുണനിലവാരമുള്ള പരിചരണം വർദ്ധിപ്പിക്കുന്നതിന്റെ താക്കോലായി, കീ ആയിട്ട് വിലയിരുത്തുന്നു. നിരവധി പതിറ്റാണ്ടുകളായി ഇലക്ട്രോണിക് റെക്കോർഡ് ഹെൽത്ത് റെക്കോർഡുകൾ എന്താണ് എൻഹാൻസിങ് ക്വാളിറ്റി കെയർ അല്ലെ, എന്താണ് ഗുണനിലവാരമുള്ള പരിചരണം കൊടുക്കുന്നതിന്റെ വിലയിരുത്തലിന്റെ ഒരു താക്കോലായി പ്രവർത്തിക്കുന്നു. ക്ലിയർ ആയത്? നെക്സ്റ്റ്, നമുക്ക് എന്താണ് ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ ഉപയോഗിച്ച് നമുക്ക് എന്തറിയാൻ പറ്റുന്നു? പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ ഇൻഫോർമേഷൻസ് അറിയുന്നു അല്ലെ. അപ്പൊ അവർക്ക് എന്താണ് നല്ല ക്വാളിറ്റി ഉള്ള കെയർ ലഭിക്കാൻ സാധിക്കുന്നില്ലേ? അപ്പൊ എന്താണ് അതിന്റെ ഒരു താക്കോലായി പ്രവർത്തിക്കുന്നു. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ് ആർ യൂസ്ഡ് ഫോർ അതർ റീസൺ ദെൻ ചാർട്ടിംഗ് ഫോർ പേഷ്യൻസ്. Today, providers are using data from patients' records to enhance quality outcomes by means of their care management progress. എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകള് പേഷ്യൻസിന്റെ വിവരങ്ങൾ ചാർട്ട് ചെയ്യാൻ മാത്രമല്ല, വെറുതെ അവരുടെ വിവരങ്ങൾ രേഖപ്പെടുത്താൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളില് പേഷ്യൻസിന്റെ വിവരങ്ങൾ വെറുതെ ചാർട്ട് ചെയ്യാൻ മാത്രമാണോ, രേഖപ്പെടുത്താൻ മാത്രമാണോ ഉപയോഗിക്കുന്നത്? അതിനനുസരിച്ച് എന്തുകൂടി കൊടുക്കുന്നുണ്ട് കെയർ പ്രൊവൈഡേഴ്സ്? ടുഡേ, ഇന്ന്, ഇപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡേഴ്സ്? പറ എന്തുകൂടി ചെയ്യുന്നുണ്ട്? ട്രീറ്റ്മെന്റ്. എങ്ങനത്തെ ട്രീറ്റ്മെന്റ് ആണ് കൊടുക്കുന്നത്? ക്വാളിറ്റി ഉള്ള അല്ലെ, ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിലൂടെ അവർക്ക് എന്ത് ലഭിക്കുന്നു? ക്വാളിറ്റി ഔട്ട്കംസ് അല്ലെ.
ക്വാളിറ്റി ഔട്ട്കംസ് ആണോ? അവരെ അസുഖങ്ങൾ ഭേദമാവുന്നു അല്ലെ, അവരെ ഹെൽത്ത് ഗുഡ് ആകുന്നു അല്ലെ, ബെറ്റർ ആകുന്നു അല്ലെ. അപ്പൊ എന്താണ് ഈ ഹെൽത്ത് റെക്കോർഡുകൾ ഉപയോഗിച്ച് കണ്ടിട്ട് കെയർ പ്രൊവൈഡേഴ്സിന്, ഡോക്ടേഴ്സിന് എന്താണ് പേഷ്യൻസിന് നല്ല പരിചരണം കൊടുത്ത് നല്ല ഗുണനിലവാരമുള്ള ഔട്ട്കംസ് ലഭ്യമാക്കാൻ സാധിക്കുന്നു. ക്ലിയർ ആയോ ഇത്? Okay. Next, EHR combines all patients' demographic into a large pool and use this information to help with the creation of new treatment or innovation in healthcare delivery, which overall improves the goals of the healthcare. എന്താണ് ഈ പേഷ്യൻസിന്റെ വിവരങ്ങൾ അവരെന്ത് ചെയ്യുന്നു? ലാർജ് പൂളിലേക്ക് ഇടണം. ഈ ഫോൾഡർ എന്നൊക്കെ പറയില്ലേ, ഫോൾഡർ അതേപോലെയുള്ളതാണ് ഒരു ലാർജ് പൂൾ. അതായത് വലിയൊരു ഇതിലേക്ക് ഇവർ എൻറ്റർ ചെയ്യുന്നു പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ. എന്നിട്ട് ഇത് എന്ത് ചെയ്യാൻ പറ്റുന്നു? ആൻഡ് യൂസസ് ദീസ് ഇൻഫർമേഷൻസ്, ഈ വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് ചെയ്യാ? ടു ഹെൽപ്പ് വിത്ത് ദിസ് ക്രിയേഷൻ ഓഫ് ന്യൂ ട്രീറ്റ്മെന്റ് അല്ലെ, ഇവർക്ക് പുതിയ ചികിത്സാ രീതികൾ ട്രീറ്റ്മെന്റ് കൊണ്ടുവരാൻ സാധിക്കുന്നു. ഓർ ഇന്നോവേഷൻ ഇൻ ഹെൽത്ത് കെയർ ഡെലിവറി, എന്താണ് ആരോഗ്യ പരിചരണ മേഖലകളിൽ ഇവർക്ക് എന്ത് മാറ്റങ്ങൾ അല്ലെ, പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നു. വിച്ച് ഓവറോൾ ഇംപ്രൂവ്സ് ദി ഗോൾസ് ഇൻ ഹെൽത്ത് കെയർ. ഇത് എന്ത് ചെയ്യുന്നു? ഹെൽത്ത് കെയറിലെ ആരോഗ്യ പരിചരണ മേഖലയിലെ ഗോൾ അല്ലെ, ഗോൾ എന്തായിരിക്കും? ഒരു ഹോസ്പിറ്റലിന്റെ ഗോൾ എന്താണ്? അവരുടെ ലക്ഷ്യം എന്താണ്? എന്താണ്? ഹെൽത്ത് കെയർ, ബെറ്റർ സർവീസ് അല്ലെ, നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കുക, ആ പേഷ്യൻസിനെ എന്താക്കി കൊടുക്കുക? രോഗം മാറ്റി കൊടുക്കുക അല്ലെ, ആരോഗ്യവാന്മാരാക്കി കൊടുക്കുക അല്ലെ. അപ്പൊ ഇതുവഴി എന്താണ് ഹെൽത്ത് കെയർസിലെ ഗോള്, അവരുടെ ലക്ഷ്യം വർദ്ധിപ്പിക്കാനായിട്ട് ഇംപ്രൂവ് ചെയ്യാൻ സാധിക്കുന്നു. എങ്ങനെയായിരിക്കും ഈ ഇൻഫർമേഷൻസ് വെച്ചങ്ങാണ്ട് അവർക്ക് പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാ, ന്യൂ ട്രീറ്റ്മെന്റ്സ് കൊടുക്കാൻ സാധിക്കുന്നത്? ഒന്ന് ആലോചിച്ചിട്ട് പറ, എന്തായിരിക്കും? പല രീതിയിൽ അവർക്ക് ഈ ഡാറ്റാസ് യൂസ് ചെയ്യാം. പല രീതിയിൽ അവർക്ക് ഈ അക്കോർഡിംഗ് ടു ഹെയർ. ഓക്കെ, പിന്നെ പറയേ, ഇവർക്ക് ഈ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ അവരെ സീനിയേഴ്സിന് അയച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ? ഡോക്ടേഴ്സിന് തന്നെ അവരെല്ലാം കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഡോക്ടേഴ്സിന് അയച്ചു കൊടുത്തിട്ട് വിവരങ്ങൾ കളക്ട് ചെയ്യാം അല്ലെ. പിന്നെ ഒരുപാട് പേഷ്യൻസിന്റെ വിവരങ്ങൾ ഇവർക്ക് ലഭിക്കല്ലേ. അപ്പൊ അത് തമ്മിൽ കമ്പാരിസൺ നടത്തിക്കൂടെ ഇവർക്ക്? എന്നിട്ട് മാറ്റങ്ങൾ വരുത്തിക്കൂടെ? റിസർച്ചുകൾ നടത്താം അല്ലെ. റിസർച്ച് നടത്താം അല്ലെ. അപ്പൊ എന്താണ് ഈ ഡാറ്റാസ് ഇവർക്ക് പല രീതിയിൽ ഉപയോഗിച്ചിങ്ങാണ്ട് എന്താണ് ന്യൂ ട്രീറ്റ്മെന്റ്, പുതിയ ചികിത്സാ രീതികളെ കൊണ്ടുവരാം. ഓർ ഇന്നോവേഷൻ ഓഫ് ഹെൽത്ത് കെയർ ഡെലിവറി, ആരോഗ്യ മേഖലകളിലെ പുതിയ മാറ്റങ്ങൾ, നൂതനത്വം സൃഷ്ടിക്കാനായി സാധിക്കുന്നു. അതുവഴി എന്താണ് ഇവർക്ക് ഹോസ്പിറ്റലിൽ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലെ ഗോൾ, ലക്ഷ്യം ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കുന്നു. ക്ലിയർ ആയോ ഇത്? Okay. Next, combining multiple types of clinical data from the system health records has aided clinician recognized to stratify chronically ill patients. എന്താണ് chronically ill patientsന്റെ അപകട സാധ്യത അല്ലെ. ഒരു മിനിറ്റ്. ഈ മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഡാറ്റ അല്ലെ,
ഒരുപാട് ക്ലിനിക്കൽ ഡാറ്റാസ് അതിൽ വരുന്നില്ലേ? എന്തെന്ന് നമ്മുടെ ലാബ് ടെസ്റ്റുകളുടെ റിസൾട്ട് വരുന്നുണ്ട് അല്ലെ, സ്കാനിങ്ങിന്റെ റിസൾട്ടുകൾ വരുന്നുണ്ട്, ട്രീറ്റ്മെന്റിന്റെ, മെഡിക്കേഷൻസിന്റെ, അങ്ങനെ ഒരുപാട് ഡാറ്റാസ് നമുക്ക് വരുന്നുണ്ട്. അങ്ങനെയുള്ള കമ്പൈനിങ് മൾട്ടിപ്പിൾ ടൈപ്സ് ഓഫ് ക്ലിനിക്കൽ ഡാറ്റ, ഈ ക്ലിനിക്കൽ ഡാറ്റ ഉപയോഗിച്ചിങ്ങാണ്ട് എന്താണ് സിസ്റ്റം ഹെൽത്ത് റെക്കോർഡ്സ് ആൻഡ് എയ്ഡഡ് ക്ലിനീഷ്യൻ റെക്കഗ്നൈസ് ആൻഡ് സ്ട്രാറ്റിഫൈ ക്രോണിക്കലി ഇൽ പേഷ്യൻസ്. ഈ ഡോക്ടേഴ്സിനെ ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് ക്രോണിക്കലി ഇല്ലായിട്ടുള്ള അല്ലെ കിടപ്പ് രോഗികളെ എന്താണ് റെക്കഗ്നൈസ് ചെയ്യാനും മനസ്സിലാക്കാനും അവരെ തരംതിരിക്കാനുമായി സാധിക്കുന്നു. ക്ലിയർ ആയോ? ഈ ഇലക്ട്രോണിക്കലി ഹെൽത്ത് റെക്കോർഡുകൾ ഉപയോഗിച്ചിങ്ങാണിട്ട് ഡോക്ടേഴ്സിന് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾക്ക് ക്രോണിക്കലി ഇൽ പേഷ്യൻസ് അല്ലെ എന്താണ് കിടപ്പ് രോഗികൾ അല്ലെങ്കിൽ തുടർച്ചയായിട്ടുള്ള അസുഖങ്ങളുള്ള ആളുകൾ എന്താണ് മനസ്സിലാക്കാനും അവരെ തരംതിരിക്കാനുമായി സാധിക്കുന്നു ഇല്ലേ? ഒരു പേഷ്യൻസിന്റെ ഹെൽത്ത് റെക്കോർഡ്, ഹെൽത്ത് ഹിസ്റ്ററി കണ്ടു കഴിഞ്ഞാല് ആ ഡോക്ടർക്ക് മനസ്സിലാവില്ലേ അവര് ക്രോണിക്കലി ഇൽ പേഷ്യൻസ് ആണ് ഇല്ലേ? മനസ്സിലാവില്ലേ? ഒരു തുടർച്ചയായി മരുന്ന് കഴിക്കുന്നവരാണ്. അപ്പൊ ഡോക്ടേഴ്സിനെ അങ്ങനെ അവരെ റെക്കഗ്നൈസ് ചെയ്യാനും തിരിച്ചറിയാനും അവരെന്താണ് ക്ലാസിഫൈ ചെയ്യാൻ അല്ലെ തരംതിരിക്കാനും സാധിക്കുന്നു. EHR can improve quality care by using the data and analytics to avoid hospitalization among high risk patients. എന്താണ് ഉയർന്ന അപകട സാധ്യതയുള്ള രോഗികളിൽ എന്താണ് ഹൈ റിസ്ക് പേഷ്യൻസിനെ ഉയർന്ന അപകട സാധ്യതയുള്ള രോഗികൾക്കിടയിൽ ആശുപത്രിവാസം ഒഴിവാക്കാൻ, അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യുക എന്നുള്ളത് ഒഴിവാക്കാൻ ഈ ഡാറ്റയും അതുവഴി നടത്തുന്ന അനലിറ്റിക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക്കലായി വിലയിരുത്തില്ലേ, അനലൈസ് ചെയ്യില്ലേ അവരുടെ ഡാറ്റാസ്, ആ പേഷ്യൻസിന്റെ ഡാറ്റാസ് ഒക്കെ അനലൈസ് ചെയ്യില്ലേ, വിലയിരുത്തുക. അതിനെയാണ് അനലിറ്റിക്സ് എന്ന് പറയുന്നത്, സ്റ്റാറ്റിസ്റ്റിക്കലായി വിലയിരുത്തുക. അങ്ങനെ അവരെ അനലിറ്റിക്സ് ചെയ്യാനും എന്താണ് അവരുടെ ഹോസ്പിറ്റലൈസേഷൻ ഒഴിവാക്കാനും സാധിക്കുന്നു. അവർക്ക് ഗുണനിലവാരമുള്ള പരിചരണം മെച്ചപ്പെടുത്താനും കഴിയും. ഒന്നുകൂടെ മിസ് പറഞ്ഞുതരാം. ഹൈ റിസ്ക് പേഷ്യൻസ്, ഒരു അപകട സാധ്യതയുള്ള പേഷ്യൻസിനെ എന്താണ് ഈ ഡോക്ടർ ഈ EHR ഉപയോഗിച്ചിങ്ങാണ്ട് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് ഉപയോഗിച്ചിങ്ങാണ്ടിട്ട് അവരെ ഹോസ്പിറ്റലൈസ് ചെയ്യുന്നത് ഒഴിവാക്കാനും അവർക്ക് എന്താണ് ഇംപ്രൂവ് ക്വാളിറ്റി കെയർ അല്ലെ ഉയർന്ന നിലവാരമുള്ള പരിചരണം നൽകാനും സാധിക്കുന്നു. ക്ലിയർ ആയോ? ഡോക്ടർക്ക് ഒരു അറ്റ് എ ടൈം അവർക്ക് ഒരുപാട് റിസൾട്ടുകൾ കിട്ടല്ലേ, ഒരുപാട് ഡാറ്റാസ് കിട്ടുകയാണ്. ആ ഡാറ്റാസ് നോക്കിക്കഴിഞ്ഞാല് അവർക്ക് ആ പേഷ്യൻസിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അറിയാൻ പറ്റൂലേ? ഒരു എക്സ്പേർട്ട് ആയിട്ടുള്ള ഡോക്ടർക്കാണെങ്കിൽ ജസ്റ്റ് ആ റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ പേഷ്യൻസിനെ കുറിച്ചുള്ള ഒരു ഏകദേശ ധാരണ കിട്ടൂല്ലേ? അപ്പൊ എന്താണ് ആ പേഷ്യൻസ് അവർക്ക് എന്ത് കൊടുക്കും? ക്വാളിറ്റി കെയർ കൊടുക്കും, ഗുണനിലവാരമുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും. അപ്പൊ അവരെന്ത് ചെയ്യാം? ആ ഒരു ട്രീറ്റ്മെന്റിലൂടെ അവരെ വീണ്ടും വീണ്ടും ഹോസ്പിറ്റലൈസ് ചെയ്യുന്നത് അവർക്ക് ഒഴിവാക്കാൻ സാധിക്കോ? ഇപ്പൊ ക്ലിയർ ആയോ? അവിടെ എന്താ പറഞ്ഞേന്ന് ആ സെന്റൻസ് ബാക്കി എല്ലാവർക്കും? ഇപ്പൊ മിസ് ഒരു എക്സാമ്പിൾ പോലെ പറയാം. ഒരു പേഷ്യൻസിനെ കൊണ്ടുവരലാണ് ഹോസ്പിറ്റലിലേക്ക്, ഒരു നെഞ്ചുവേദനയായിട്ടാ കൊണ്ടു ചെല്ലുന്നത്. അപ്പൊ ഈ ഡോക്ടർ കറക്റ്റ് ട്രീറ്റ്മെന്റ് ചെക്കപ്പുകൾ ചെയ്യാതെ ജസ്റ്റ് പേഷ്യൻസിനെ പരിശോധിച്ചിട്ട് പറയാണ് ഗ്യാസിന്റെ ബുദ്ധിമുട്ട് കൊണ്ടാണ്, മരുന്ന് കഴിച്ചോന്ന് പറഞ്ഞ് അവർക്കുള്ള മരുന്ന് കൊടുത്ത് പറഞ്ഞേക്കാണ്. വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ആ പേഷ്യൻസിനെ കൊണ്ടുവരാണ്. ചിലപ്പോ അവർക്ക് എന്തെങ്കിലും അറ്റാക്ക് ആയിട്ടായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ എന്താ, ആദ്യം കൊണ്ടുവന്ന് കറക്റ്റ് ട്രീറ്റ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ പിന്നീട് വന്ന ആ ബുദ്ധിമുട്ട് കുറയ്ക്കാൻ സാധിക്കോ?
അവരെ ECG എടുക്കുക അല്ലെ, ECG എടുക്കുക, എക്കോ ചെയ്യുക അല്ലെ, ആൻജിയോഗ്രാം ചെയ്യുക. ബെറ്റർ കെയർ കൊടുത്തെങ്കിൽ എന്താണ് അവരെ പിന്നീട് ഹോസ്പിറ്റലൈസേഷൻ ചെയ്യുന്നത് ഒഴിവാക്കിക്കൂടെ? ഇപ്പൊ ക്ലിയർ ആയോ അത്? എല്ലാവർക്കും ക്ലിയർ ആയോ? ആ സെന്റൻസ് എന്താ പറഞ്ഞേന്ന്? Next, EHR systems are outlined to record and store data correctly to capture the state of patients over time. എന്താണ് ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് സിസ്റ്റത്തിലേക്ക് എന്താണ് ഒരു പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങളുടെ ഒരു രൂപരേഖ അല്ലെ റെക്കോർഡ് ചെയ്യുന്നില്ലേ? എല്ലാ വിവരങ്ങളും അല്ലെ, പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങളുടെ ഒരു രൂപരേഖ റെക്കോർഡ് ചെയ്യുന്നു, തയ്യാറാക്കുന്നു. എന്ത് സ്റ്റോർ ഡാറ്റ അല്ലെ, ഈ ഡാറ്റ എന്ത് ചെയ്യുന്നു? കറക്റ്റിലെ കറക്റ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ആൻഡ് ടു ക്യാപ്ചർ ദ സ്റ്റേറ്റ് ഓഫ് പേഷ്യൻസ് ഓവർ ടൈം. എന്താണ് രോഗികളുടെ അവസ്ഥ അപ്ഡേറ്റ് ചെയ്യുന്നില്ലേ? ഓരോ തവണ ചെല്ലുമ്പോഴും രോഗിക്ക് ഇന്ന അസുഖമായിട്ടാണ് ചെല്ലുന്നത്, അവർക്ക് പുതിയ മെഡിസിൻ ഇന്നതൊക്കെ കൊടുത്തിട്ടുണ്ട്, അവർക്ക് പുതിയ ടെസ്റ്റുകൾ കൊടുത്തിട്ട് അതിന്റെ റിസൾട്ട് ഇന്നതാണ് എന്നൊക്കെ വീണ്ടും വീണ്ടും അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ? അപ്പൊ എന്താണ് ഇത് അപ്ഡേറ്റ് ചെയ്യുക കൂടി ചെയ്യുന്നുണ്ട്. ഇറ്റ് റിമൂവ്സ് ദ നീഡ്സ് ടു ട്രേസ് ഡൗൺ ദ പേഷ്യൻസ് പ്രീവിയസ് പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സുകൾ. എന്താണ് ഇത് എന്താണ് റിമൂവ് ചെയ്യുന്നത്? പേഷ്യന്റിനെ കുറിച്ചുള്ള പ്രീവിയസ് മുമ്പത്തെ പേപ്പർ മെഡിക്കൽ റെക്കോർഡ്സുകളുടെ ആവശ്യം അത് കണ്ടുപിടിക്കാന്നുള്ളത് റിമൂവ് ചെയ്യുന്നുണ്ട് അല്ലെ, ഒഴിവാക്കുന്നില്ലേ? ഒഴിവാക്കുന്നു. എന്താണ് പേഷ്യൻസിനെ കുറിച്ചുള്ള മുൻപത്തെ എന്താണ് പേപ്പർ മെഡിക്കൽ റെക്കോർഡുകൾ കണ്ടുപിടിക്കുക, ട്രേസ് ചെയ്യുക എന്നുള്ള കാര്യം ഒഴിവാക്കുന്നു, റിമൂവ് ചെയ്യുന്നു. ആൻഡ് ഹെൽപ്സ് ഇൻ എൻഷറിംഗ് ഡാറ്റ ഈസ് അപ്ഡേറ്റ്, ആക്യുറേറ്റ് ആൻഡ് റീഡബിൾ. ഇത് കൂടാതെ എന്തുകൊണ്ട് ചെയ്യുന്നു? ഇതിലുള്ള വിവരങ്ങള് ഡാറ്റാസ് എന്താണ് അപ് ടു ഡേറ്റ് ആണ് അല്ലെ, ഓരോ തവണയും അപ് ടു ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, അപ് ടു ഡേറ്റ് ആണ്, ആക്യുറേറ്റ് ആണ് അല്ലെ, കൃത്യതയുള്ളതല്ലേ? പിന്നെ റീഡബിൾ ആണ് അല്ലെ, നമുക്ക് വായിക്കാവുന്നതാണ്, റീഡബിൾ ആണ്. ഇറ്റ് ഓൾസോ അലൗസ് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യൻസ് ആൻഡ് ദ പ്രൊവൈഡർ ബൈ പ്രൊവൈഡിംഗ് പ്രൈവസി ആൻഡ് സെക്യൂരിറ്റി. ഇത് ആ റെക്കോർഡുകളുടെ ആ ഇൻഫർമേഷൻസിന്റെ പ്രൈവസിയും സെക്യൂരിറ്റിയും സ്വകാര്യതയും സുരക്ഷിതത്വം വരുത്തുന്നതോടൊപ്പം എന്തുകൂടി ചെയ്യുന്നുണ്ട്? പേഷ്യൻസും പ്രൊവൈഡർ അല്ലെ ഡോക്ടറും തമ്മിലുള്ള ഒരു തുറന്ന ആശയവിനിമയവും നൽകുന്നുണ്ട് അല്ലെ, ഇല്ലേ? പേഷ്യൻസ് എന്തൊക്കെ പറയുന്നുണ്ടോ അതെല്ലാം അതില് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും അല്ലെ, അവരെ വിവരങ്ങൾ അല്ലെ, അസുഖത്തിന്റെ സിംറ്റംസ് എല്ലാം എഴുതിയിട്ടുണ്ടാവില്ലേ, റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ ഡോക്ടറുടെ അഡ്വൈസുകൾ അല്ലെ, അഡ്വൈസുകള് അവര് എന്തൊക്കെ മെഡിസിൻ കൊടുക്കുന്നുണ്ട് അത് അല്ലെ, ഡയറ്റ് കൺട്രോൾ ഉണ്ടെങ്കിൽ ഡയറ്റ് കൺട്രോൾ അല്ലെ, ടെസ്റ്റുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ ടെസ്റ്റുകളുടെ റിസൾട്ടുകൾ അല്ലെ. അപ്പൊ ഇതെന്താണ്? സുരക്ഷിതത്വവും സ്വകാര്യതയും ഉറപ്പുവരുത്തുന്നതോടൊപ്പം എന്താണ്? ആ പേഷ്യൻസും ആ രോഗിയും ഡോക്ടറും തമ്മിലുള്ള ഒരു തുറന്ന കമ്മ്യൂണിക്കേഷനും ആശയവിനിമയവും നൽകുന്നുണ്ട്. ക്ലിയർ ആയോ അത്? It can lessen the risk of the data replication since there is only one modifiable file, which means the file is more likely up to date and reduce the risk of lost paperwork and is cost efficient. ഇത് ഡാറ്റ റെപ്ലിക്കേഷൻ നടത്തുന്നത് പകർത്താനുള്ള റിസ്ക് കുറയ്ക്കുന്നു അല്ലെ, കുറയ്ക്കുന്നുണ്ടാ? ഇത് ആ പേഷ്യൻസിനും അല്ലെ ഡോക്ടർക്കും മാത്രം ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ ഓപ്പൺ ചെയ്യാൻ അല്ലേ സാധിക്കുന്നുള്ളു. എല്ലാവർക്കും തുറന്നു നോക്കാൻ പറ്റുമോ? അതുകൊണ്ട് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, പകർത്താൻ പറ്റില്ല. അതല്ല മറ്റേ പേപ്പർ ഹെൽത്ത് റെക്കോർഡ് ആണെങ്കിലോ,
പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങൾ ആർക്ക് വേണമെങ്കിലും മനസ്സിലാക്കാം അല്ലെ. മെഡിക്കൽ റെക്കോർഡ് റൂമിൽ പോയി പേഷ്യൻസിന്റെ റെക്കോർഡ് എടുത്തു കഴിഞ്ഞാൽ ഈ പേഷ്യൻസിനെ കുറിച്ചുള്ള വിവരങ്ങള് ആർക്ക് വേണമെങ്കിലും പകർത്തി എഴുതാലോ. ആർക്കും കാണാം അല്ലെ, ആർക്ക് വേണമെങ്കിലും പകർത്തി എഴുതാം അല്ലെ. അപ്പൊ എന്താണ്, എല്ലാവർക്കും ചെക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ എന്താണ് ഈ റെപ്ലിക്കേഷൻ ചെയ്യുക, പകർത്തി ഡാറ്റ പകർത്തുക എന്നുള്ള റിസ്ക് കുറയ്ക്കാൻ സാധിക്കുന്നു. കൂടാതെ എന്താണ്, there is only one modifiable file. പക്ഷെ ഇതെന്താണ്, മോഡിഫൈബിൾ ഫയൽ അല്ലേ, പരിഷ്കരിക്കാവുന്ന ഫയൽ അല്ലേ, നമുക്ക് എഡിറ്റ് ചെയ്യാം അല്ലെ. രോഗിയെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് എഡിറ്റ് ചെയ്തൂടെ. പക്ഷെ ഇതെന്താണ്, ഇത് ആർക്കും പകർത്തി എഴുതാൻ പറ്റില്ല. പക്ഷെ എന്താണ്, നമുക്ക് പരിഷ്കരിക്കാൻ, എഡിറ്റുകൾ ചെയ്യാനായി സാധിക്കുന്നു. which means the file is more likely up to date. എന്താണ്, ഈ ഫയൽ up to date ആണ് അല്ലെ, നമുക്ക് up to date ആയിട്ട് ഇതിലെ ചേഞ്ചസ് വരുത്താനായി സാധിക്കുന്നു. and reduce the risk of lost paper work and cost efficiency. എന്താണ്, ലോസ്റ്റ് പേപ്പർ വർക്കുകൾ നഷ്ടപ്പെടുന്നത് കുറയ്ക്കാനും and cost efficiency, കോസ്റ്റ് കുറയ്ക്കാനും സാധിക്കുന്നു അല്ലെ. ഈ പേപ്പർ ക്യാരി ചെയ്യുക അല്ലെ, ഫയല് കൊണ്ടെടുക്കുക അല്ലെ, പേപ്പർ റെക്കോർഡുകൾ സൂക്ഷിക്കുക, അങ്ങനെയുള്ള ഇതൊക്കെ കുറയ്ക്കല്ലേ, കോസ്റ്റ് കുറയ്ക്കല്ലേ ചെയ്യുന്നത്. കൂടാതെ പേപ്പർ റെക്കോർഡിൽ നിന്ന് ഒരു ഷീറ്റ് പോയി കഴിഞ്ഞാല്, ഒന്നോ രണ്ടോ ഷീറ്റ് പോയി കഴിഞ്ഞാല് ആ പേഷ്യൻസിനെ കുറിച്ചുള്ള ഫുൾ ഹിസ്റ്ററി ഇവർക്ക് ലഭിക്കോ? ഇല്ല അല്ലെ. അപ്പൊ എന്താണ്, ലോസ്റ്റ് ഓഫ് പേപ്പർ വർക്ക് നഷ്ടപ്പെടാനുള്ള റിസ്ക് കുറയ്ക്കുന്നു, അപകടം കുറയ്ക്കുന്നു. കൂടാതെ എന്താണ്, ചെലവ് കുറയ്ക്കുക കൂടി ചെയ്യുന്നു. ക്ലിയർ ആയോ ഇത്? ബിക്കോസ് ഓഫ് ദി ഡിജിറ്റൽ ഇൻഫർമേഷൻസ് ബീയിങ് സെർച്ചബിൾ ആൻഡ് ഇൻ എ സിംഗിൾ ഫയൽ. എന്താണ്, ഡിജിറ്റൽ ഇൻഫർമേഷൻസ് നമുക്ക് സെർച്ച് ചെയ്യാം അല്ലെ. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഫോൾഡറിൽ സെർച്ച് ചെയ്യൂ അല്ലെ, സെർച്ച് ചെയ്യോ. അപ്പൊ എന്താണ്, നമുക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. സിംഗിൾ ഫയൽ, ഒരു സിംഗിൾ ഫയലിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതുമാണ്. EMRs are more effective when taking one medical data for the examination of possible trends and long-term changes in a patient. എന്താണ്, EMR, EMRS, ആ എസ് സ്മോൾ ലെറ്റർ ആയിട്ട് എഴുതട്ടാ, അതിൽ ക്യാപിറ്റൽ ലെറ്റർ ആണ് എഴുതിയിരിക്കുന്നത്, അത് സ്മോൾ ലെറ്റർ. എന്താണ്, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ്, അതിൽ എസ് ആണ് വരുന്നത്, അപ്പൊ സ്മോൾ ലെറ്റർ ആയിട്ട് എഴുതാം. ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് എന്താണ്, രോഗിയിൽ സാധ്യമായ പ്രവണതകൾ അല്ലെ, അവരുടെ സിംറ്റംസ് അല്ലെ, അവരുടെ രോഗങ്ങള് ഇതാക്കുന്നില്ലേ, റെക്കോർഡ് ചെയ്യുന്നില്ലേ. രോഗിയെ കുറിച്ചുള്ള എല്ലാ സുഖവിവരങ്ങളാണ്, രോഗിയിൽ ലഭ്യമായ എല്ലാ സാധ്യതകളും. പിന്നെ എന്താണ്, ദീർഘകാല മാറ്റങ്ങൾ അല്ലെ, ഓരോ ചേഞ്ചസും, അവരിൽ മരുന്നുകൾ കഴിച്ചിട്ടുണ്ടാവുന്ന ചേഞ്ചസ്, അല്ലെങ്കിൽ പുതിയ അസുഖങ്ങൾ വന്നാൽ എല്ലാം അപ് ടു ഡേറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. അപ്പൊ എന്താണ്, അത് അങ്ങനെയുള്ള മാറ്റങ്ങൾ പരിശോധിക്കുന്നതിനായി ഈ മെഡിക്കൽ ഡാറ്റ എടുത്തു കഴിഞ്ഞാല് വളരെ ഫലപ്രദമാണ്, നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നു രോഗിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള് അല്ലെ, അവർക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട്, അവരുടെ പ്രവണതകൾ, അവർക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടെന്നൊക്കെ നമുക്ക് ഈ മെഡിക്കൽ ഡാറ്റ എടുത്തു കഴിഞ്ഞാൽ മനസ്സിലാകുന്നു. ക്ലിയർ ആയോ? Next, population-based studies of medical records may also be made easier by the widespread adoption of EHRS, S smaller, S smaller, and EMRS, അതും smaller. എന്താണ്, പോപ്പുലേഷൻ ബേസ്ഡ് സ്റ്റഡീസ്, നമ്മൾ ജനസംഖ്യ അടിസ്ഥാനത്തിൽ ഈ മെഡിക്കൽ റെക്കോർഡുകളെ കുറിച്ച് പരിശോധിച്ചപ്പോൾ എന്താണ്, ആളുകളുടെ ഇടയിൽ ഇപ്പൊ എന്താണ് ഒരു അഡോപ്ഷൻ അല്ലെ, അവർ ഏറ്റെടുക്കുക ചെയ്തിട്ടുണ്ട്. എന്ത്, EHRSഉം EMRSഉം ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകളും അവരെ അക്സെപ്റ്റ് ചെയ്യാൻ, സ്വീകരിക്കാനായി അവരെന്താണ് സന്നദ്ധരായിട്ടുണ്ട്.
ജനസംഖ്യ അടിസ്ഥാനത്തിലുള്ള പഠനത്തിൽ എന്താണ് മേ ഓൾസോ ബി ഈസിയർ ബൈ എന്താണ് ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സുകള് അല്ലെങ്കിൽ ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡ്സുകള് ആളുകൾക്കിടയിൽ ജനങ്ങൾക്കിടയിൽ അഡോപ്റ്റ് ചെയ്യാന്നുള്ളത് ഈസി ആക്കാം അല്ലെ. അവര് ഒരുപാട് പേര് ഇത് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ? ഇത് ഒരുപാട് എക്സ്പ്ലനേഷൻ. അഡോപ്ഷൻ എന്ന് പറഞ്ഞാൽ അവർ സ്വീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തില്. വൈഡ് സ്പ്രെഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആളുകൾ ഇത് സ്വീകരിക്കുക ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കിയേ, 2 മിനിറ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നോക്കിയേ. ക്ലിയർ ആയോ? നിങ്ങളില്ലേ ഇത് വായിച്ചിട്ട് ജസ്റ്റ് ഇതിന്റെ മനസ്സിലായിട്ട് നിങ്ങൾക്ക് എന്താണോ അതൊന്ന് ഷോർട്ട് ആക്കി എഴുതാൻ നോക്കുക കേട്ടാ. നിങ്ങൾക്ക് ഇതിന് ഇങ്ങനെ ഈ ഇതിന്നൊന്നും ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നും വരൂല കേട്ടാ. ഇതിന്ന് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുമ്പോ നിങ്ങൾക്ക് ക്ലിയർ ആവും കേട്ടാ. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷെ കറങ്ങി തിരിഞ്ഞാണ് അല്ലേ. ഓക്കെ, നെക്സ്റ്റ് നോക്കിയേ. കമ്പാരിസൺ വിത്ത് പേപ്പർ ബേസ്ഡ് റെക്കോർഡ്. ഒന്ന് കമ്പയർ ചെയ്ത് പറഞ്ഞേ, ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡും പേപ്പർ ബേസ്ഡ് റെക്കോർഡും തമ്മിലുള്ള വ്യത്യാസം. നിങ്ങൾ ഇത്രയും പഠിച്ചതിൽ നിന്ന് ഒന്ന് കമ്പയർ ചെയ്തൊന്ന് പറഞ്ഞേ. എറർ ഫ്രീ ആണ് മെഡിക്കൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകൾ, എറർ ഫ്രീ ആണ്. പിന്നെ കൂടാതെ എന്താണ്, കോൺഫിഡൻഷ്യൽ ആണ് അല്ലെ, സേഫ് ആണ്. പേപ്പർ മിസ്സാകാൻ സാധ്യതയുണ്ട് അല്ലെ, ടൈം സേവ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, കീറിപ്പോകാം. പിന്നെ അതില് പേപ്പർ റെക്കോർഡിൽ എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? മോശമായി എഴുതി കഴിഞ്ഞാൽ അല്ലെ, റീഡബിൾ, പുവർ റീഡബിൾ ആണ് അല്ലെ, മനസ്സിലാകില്ല. പിന്നെ എന്തൊക്കെയുണ്ട്, മിസ്യൂസ് ചെയ്യാലോ ആളുകള്. സിനിമയിലൊക്കെ കാണിക്കാറില്ലേ, മൂവീസില് മാറ്റി എഴുതാ അല്ലെ, കോൺഫിഡൻഷ്യൽ ആണ്. ഓക്കെ, പിന്നെ വേറൊന്നുമില്ലേ? പിന്നെ ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡിലേക്ക് ആർക്കാണ് കയറാൻ പറ്റുന്നത്? പേഷ്യൻസിന് അല്ലെ, അവരുടെ മെയിൽ ID പാസ്വേഡ് ഉപയോഗിച്ച് അവർക്കും ഡോക്ടേഴ്സിനല്ലേ കയറാൻ പറ്റുന്നേ. നോക്കാം നമുക്ക്.
while comparison with the paper based records, while there is എല്ലാവർക്കും ചെക്ക് ചെയ്യാൻ സാധിക്കും അല്ലെ, അതില് ചേഞ്ചസ് കൊണ്ടുവരാം അല്ലെ. അവർക്ക് അഡീഷണൽ ആയിട്ട് ഒരു പേപ്പർ ആഡ് ചെയ്താൽ പോരെ, ഒരു പേപ്പർ മാറ്റിയില്ലേ അവർ ഇഷ്ടത്തിന് എഴുതി ഇങ്ങോട്ട് ആഡ് ചെയ്യാം അല്ലെ. അപ്പൊ പല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും. while there is still a noticeable amount of debate around the superiority of electronic health records over paper records, the research literature gives a more realistic picture of the benefits and downsides. ഈ പേപ്പർ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡുകളും പേപ്പർ റെക്കോർഡുകളെ കുറിച്ചും ഒരുപാട് ചർച്ചകൾ ഡിബേറ്റ്സുകൾ നടത്തുന്നുണ്ട്. ഒരുപാട് നോട്ടീസബിൾ എമൗണ്ട് ഓഫ് ഡിബേറ്റ്സ്, അതായത് ഒരുപാട് ചർച്ചകൾ നടത്തുന്നുണ്ട്. ഇത് തമ്മിൽ എന്തൊക്കെയാണ് ബന്ധങ്ങള്, എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ അല്ലെ. ഇതുകൊണ്ട് എന്തെങ്കിലും ഈ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടോ എന്നുള്ള ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. ഈ റിസർച്ച് ലിറ്ററേച്ചറിന് ഇങ്ങനെയുള്ള ചർച്ചകളുടെയൊക്കെ ഫലമായിട്ട് ഇവർക്ക് എന്താണ് ലഭിച്ചിരിക്കുന്നത്? gives a more realistic picture. ഇതിനെ കുറിച്ചൊരു പിക്ചർ, ഏകദേശ ധാരണ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഓഫ് ദി ബെനിഫിറ്റ്സ് ഓൺ ഡൗൺ സൈഡ്, ഇതിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചും അല്ലെ, ഗുണങ്ങളെ കുറിച്ചും ഡൗൺ സൈഡ് ആഫ്റ്റർ ഇഫക്റ്റുകളെ കുറിച്ചുള്ള ഒരു ധാരണ ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയല്ലേ ഒരുപാട് ഡിബേറ്റ്സുകൾ നടക്കുമ്പോ അല്ലെ എന്തുണ്ടാവും, ഒരു ചർച്ച ഡിബേറ്റ് നടക്കുമ്പോ ഒരു നല്ല വശം ഉണ്ടാവും അല്ലെ. ചിലരെന്താണ് നല്ല വശങ്ങളെ കുറിച്ച് പറയും അല്ലെ, മറ്റോടത്ത് എന്താണ് അതിന്റെ നെഗറ്റീവ്സിനെ കുറിച്ച് പറയും അല്ലെ. അപ്പൊ എന്താണ് ഇങ്ങനെയുള്ള ഒരുപാട് ഡിബേറ്റ്സ്, മെറിറ്റ്സും ഡിമെറിറ്റ്സും ചർച്ചകളിൽ നിന്ന് എന്താണ് അവർക്ക് റിസർച്ച് ലിറ്ററേച്ചറിൽ നിന്ന് എന്താണ് അവർക്ക് മനസ്സിലായിട്ടുള്ളത്? ഈ പേപ്പർ ബെനിഫിറ്റ്സിന്റെയും എന്താണ് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകളുടെയും ബെനിഫിറ്റ്സും ഗുണങ്ങളും അതിന്റെ എന്താണ് ഡൗൺ സൈഡുകളെ കുറിച്ചും മോശം വശങ്ങളെ കുറിച്ചും ഉള്ള വിവരം ഇവർക്ക് ലഭിച്ചിട്ടുണ്ട്, ഏകദേശ ധാരണ ലഭിച്ചിട്ടുണ്ട്. The increased transparency, portability and accessibility gains by the adoption of electronic medical records may make larger the ease with which they can be assessed by healthcare professionals. എന്താണ് ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകളിലെ എന്താണ് ട്രാൻസ്പെറൻസി അല്ലെ, സുതാര്യതയിലെ സുതാര്യതയുണ്ട്. പോർട്ടബിലിറ്റി അല്ലെ, നമുക്ക് മാറ്റാം അല്ലെ, പോർട്ടബിലിറ്റി. കൂടാതെ എന്താണ് അക്സസിബിലിറ്റി അല്ലെ, നമുക്ക് പെട്ടെന്ന് ലഭിക്കില്ലേ, അക്സസിബിലിറ്റി ലഭ്യമാകാൻ സുഖല്ലേ മെഡിക്കൽ റെക്കോർഡിനേലും മറ്റേ റെക്കോർഡിനേലും പേപ്പർ ബേസ്ഡ് റെക്കോർഡിനേലും. അക്സസിബിലിറ്റി നമുക്ക് പെട്ടെന്ന് ലഭ്യമാക്കാനും സാധിക്കുന്നു. ഗെയിൻഡ് ബൈ ദ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സ് may make larger the ease with the then can be assessed healthcare professionals. Healthcare professionals ne idile pettannu ലഭ്യമാക്കാനും ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകൾ പെട്ടെന്ന് ലഭ്യമാക്കാനും സാധിക്കുന്നു. But also can enlarge the amount of stolen information by unauthorized person or untrustworthy users versus paper medical records. എന്താണ് but also can enlarge എന്ത് ചെയ്യാൻ പറ്റും എന്നിട്ട് മെഡിക്കൽ റെക്കോർഡ് പേപ്പർ മെഡിക്കൽ റെക്കോർഡുകളിൽ എന്തൊക്കെ വരാം? അൺഓതറൈസ്ഡ് പേഴ്സൺ എന്ത് ചെയ്യാം? ഇൻഫർമേഷൻ സ്റ്റോളൻ ചെയ്യാം അല്ലെ, കളവ് നടത്താലോ, പേപ്പർ മോഷ്ടിക്കുക അല്ലെ, അല്ലെങ്കിൽ എന്താണ് അവര് അതിൽ നിന്ന് എന്തെങ്കിലും കള്ളത്തരങ്ങൾ ചെയ്യാം അല്ലെ പേപ്പർ ഇൻഫർമേഷൻസില്. അപ്പൊ എന്താണ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ എന്തെങ്കിലും സ്റ്റോളൻസ് കള്ളത്തരങ്ങൾ ചെയ്യുന്നത്, അതല്ലെങ്കിൽ അൺട്രസ്റ്റ് വേർത്തി നമുക്ക് വിശ്വാസയോഗ്യരല്ലാത്ത ആളുകളും എന്താണ് ഈ മെഡിക്കൽ റെക്കോർഡുകൾ എന്താണ് ഉപയോഗിക്കുന്നതിലൂടെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരാം, അതിലെന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ എഴുതി പിടിപ്പിക്കുക അല്ലെ, അതൊക്കെ എന്താണ് ആൾ പ്രാക്ടീസസിന്റെ ഭാഗമായിട്ട്. അപ്പൊ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡുകളിലെ കുറയ്ക്കാൻ സാധിക്കുന്നു ഇല്ലേ? ഇങ്ങനെയുള്ള കള്ളത്തരങ്ങളും കുറയ്ക്കാൻ പറ്റില്ലേ? ഇങ്ങനെയുള്ള കള്ളത്തരങ്ങള് കുറയ്ക്കാനായി
സാധിക്കുന്നു. As acknowledged by the increased security needs for electronic medical records included in the Health Information and Accessibility Act, by a large scale violation in confidential records reported by EMR users. എന്താണ് ഈ ഇലക്ട്രോണിക് ഇൻഫർമേഷൻ ആൻഡ് അക്സസിബിലിറ്റി ആക്ട് പ്രകാരം എന്താണ് ഹൈലി കോൺഫിഡൻഷ്യൽസ് ആയിട്ടുള്ള ഹൈലി രഹസ്യാത്മക സ്വഭാവം സൂക്ഷിക്കേണ്ട ഫയലുകളില് അങ്ങനെയുള്ള രഹസ്യാത്മകത്വം സൃഷ്ടിക്കാനായിട്ട് അവർക്ക് നിലനിർത്താനായിട്ട് ഈ ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡുകളോട് സാധിക്കുന്നു. ക്ലിയർ ആയോ? അതിലെന്താണ് അവർക്ക് സേഫ്റ്റി അങ്ങനെയുള്ള രഹസ്യാത്മക സ്വഭാവം കോൺഫിഡൻഷ്യൽ ആയിട്ട് സൂക്ഷിക്കേണ്ട ഫയലുകൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? അങ്ങനെ തന്നെ സൂക്ഷിക്കാം അല്ലെ? ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകളില് അതാരും മിസ്യൂസ് ചെയ്യില്ല അല്ലെ? അതെന്താണ് ഓതറൈസ്ഡ് പേഴ്സൺസിൽ മാത്രം അതെന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ? അല്ലേ? അപ്പൊ എന്താണ് അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് നിലനിർത്താൻ അവർക്ക് എന്താണ് നല്ല സേഫ്റ്റി ആയിട്ട് സെക്യൂരിറ്റി ആയിട്ട് ഈ ഇലക്ട്രോണിക്കൽ മെഡിക്കൽ റെക്കോർഡ്സുകൾ അവർക്ക് സൂക്ഷിക്കാനായി സാധിക്കുന്നു. ഹെൽത്ത് ഇൻഫർമേഷൻ ആക്സസിബിലിറ്റി ആക്ട് പ്രകാരം എന്താണ് ഓരോ റെക്കോർഡുകളും മെഡിക്കൽ റെക്കോർഡുകളും എന്താണ് അതിന്റെ രഹസ്യാത്മക സ്വഭാവത്തോടു കൂടി കോൺഫിഡൻഷ്യൽ ആയിട്ട് അവർക്ക് സൂക്ഷിക്കാനായി സാധിക്കുന്നു. ക്ലിയർ ആയോ? Concern about the security contribute to the resistance shown to their adoption. ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ആശങ്കയുണ്ട്, നമ്മുടെ ഇൻഫോർമേഷൻസ് കൊടുത്തു കഴിഞ്ഞാല് അതിലെന്തെങ്കിലും കള്ളത്തരങ്ങൾ നടക്കുമോ, അതിൽ സെക്യൂരിറ്റി ഉണ്ടാവോ, സുരക്ഷിതത്വം ഉണ്ടാവോ എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ എന്താ നമ്മ ഇൻഫോർമേഷൻസ് കൊടുക്കോ? കൊടുക്കോ? ഇല്ല. അപ്പൊ എന്താണ് അതിൽ പറഞ്ഞെങ്കിൽ കൺസേൺ അബൌട്ട് സെക്യൂരിറ്റി കോൺട്രിബ്യൂട്ട് ടു ദ റെസിസ്റ്റൻസ് ഷോൺ ടു ദെയർ അഡോപ്ഷൻ. എന്താണ് നമുക്ക് എന്തെങ്കിലും ആശങ്കകൾ ഇതിൽ കൊടുത്ത് ഈ മെഡിക്കൽ റെക്കോർഡ് ഹിസ്റ്ററിയിൽ കൊടുത്തു കഴിഞ്ഞാല് അതിലെന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കാൻ അതല്ലെങ്കിൽ അതിന്റെ സുരക്ഷിതത്വത്തിന് എന്തെങ്കിലും നമുക്ക് ആശങ്കകൾ ഉണ്ടെങ്കിൽ നമ്മ എന്താണ് ഇൻഫർമേഷൻസ് കൊടുക്കാനായിട്ട് നമ്മ വിമുഖത കാണിക്കുന്നു. When users login into the electronic health records, it is their accountability to ensure the information stays confidential, and this is done by keeping their password unknown to others and logging off before leaving the station. എന്താണ് നമ്മ ഓരോ യൂസേഴ്സിനും ആ ഹെൽത്ത് റെക്കോർഡ്സുകൾക്ക് എന്താണ് അവരെ അക്കൗണ്ടിൽ നിന്ന് അല്ലെ എന്താണ് അവരെന്താണ് ഓരോ പാസ്വേഡ് ഉപയോഗിച്ച് അവർ കയറുന്നു അല്ലെ? നമ്മുടെ ജിമെയിൽ എങ്ങനെയാണ് കയറുന്നത്? നമ്മുടെ ജിമെയിൽ ID പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ കയറുന്നു അല്ലെ? അതിനുശേഷം എന്ത് ചെയ്യും? ആ പാസ്വേഡ് വേറെ ആർക്ക് അറിയാൻ പറ്റുമോ? their password unknown to others. നമ്മുടെ പാസ്വേഡ് നമുക്കല്ലാണ്ട് വേറെ ആർക്കും അറിയാൻ പറ്റില്ല അല്ലെ? അത് വേറെ ആർക്കും അറിയാൻ സാധിക്കില്ല. പിന്നെ എന്താണ് നമ്മളെല്ലാം നോക്കി മെയിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മ എന്ത് ചെയ്യും? ലോഗ് ഔട്ട് ചെയ്യും അല്ലെ? ലോഗ് ഔട്ട് ചെയ്ത് പോകും. അതേപോലെ എന്താണ് ഈ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡ്സുകൾ എന്താണ് അത് ഉപയോഗിക്കുന്ന ആൾക്ക് ഇപ്പൊ ഡോക്ടേഴ്സ്ക്ക് ഉപയോഗിക്കാം അല്ലെ? പേഷ്യൻസ് അപ്പൊ അത് ഉപയോഗിക്കുന്ന ആൾ എന്താണ് അതിലേക്ക് അവരെ അക്കൗണ്ടിലേക്ക് പാസ്വേഡ് ഒക്കെ കൊടുത്ത് എൻറ്റർ ചെയ്ത് അവർക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ നോക്കി അതൊക്കെ സ്റ്റോർ ഒക്കെ ചെയ്തതിന് ശേഷം അവരെന്ത് ചെയ്യുന്നു? അത് അവരിൽ നിന്ന് ലോഗിൻ ഓഫ് ചെയ്ത് അവരെ അതിൽ നിന്ന് ലീവ് ചെയ്യുന്നു. ക്ലിയർ ആയോ? അത് എല്ലാവർക്കും ഓക്കെ ആണോ? എടുക്കുന്ന ഭാഗം ബാക്കി എല്ലാവരും എങ്ങനെയാണ്? സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പറയുന്നത്. പക്ഷെ കുറച്ചും കൂടി അല്ലെ കുറച്ച് ഇലാബറേറ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ അല്ലെ?
അപ്പൊ നിങ്ങൾ നോട്ട്സ് വായിക്കാം. മിസ് എല്ലാത്തിന്റെയും മീനിങ് പറഞ്ഞിരുന്നില്ല. അപ്പൊ നിങ്ങൾ വായിച്ചിട്ട് നിങ്ങൾ അതൊരു ഷോർട്ട് നോട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു ഷോർട്ട് നോട്ട് ആക്കി എഴുതി വെക്കുക കേട്ടാ, ഓരോ ക്ലാസ് കഴിയുമ്പോഴും. ഓക്കെ അല്ലേ? അപ്പൊ ഓക്കെ, മിസ് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am.